സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ബജറ്റ് ഫോണായ സാംസങ് ഗാലക്സി A03s എന്ന ഈ ഒരു ഫോണാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഗാലക്സിൻ്റെ A03s എന്ന ഈ ഒരു ഫോണെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പുറത്ത് എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ പുറത്ത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് 64 GB ഉള്ളതാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫോൺ 64 GB പുറമെ 32 GB ഈ ഒരു ഫോൺ വരുന്നുണ്ട്. 32 GB ഫോണിൻ്റെ റാം 3 GB ആണെന്നുണ്ടെങ്കിൽ 64 GB ഈ ഒരു ഫോണിൻ്റെ റാം വരുന്നത് 4 GB ആണ്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഒരു ഫോണിന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ ആദ്യം തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു വെൽക്കം പാക്കാണ്. ഈ ഒരു പാക്കിനകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തായിട്ട് കാണാൻ പറ്റുന്നത് 2 കാറ്റലോഗുകൾ മാത്രമാണ്. മറ്റൊന്നും ഈ ഒരു പാക്കിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല. പൗച്ച് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ ലഭിച്ചിട്ടില്ല. അടുത്തതായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നത് ഫോണാണ്. ഫോണിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് എനിക്ക് ഒരു ചാർജർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടൈപ്പ് സി USB കേബിളും ലഭിച്ചിട്ടുണ്ട്. ചാർജർ വരുന്നത് 15 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. അതുകൂടാതെ ഇതിൽ സിം കാർഡ് എജക്ടർ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റാമ്പ് സ്റ്റൈലുള്ള ഒരു ഹെഡ്ഫോൺ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോൺ ബജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള മെയിൻ ഹൈലൈറ്റ്സുകൾ ഈ ഒരു ഫോണിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇൻഫിനിറ്റി V ഡിസ്പ്ലേ, ട്രിപ്പിൾ ക്യാമറ, ഫിംഗർ പ്രിൻറ്റ്. ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ കൂടുതൽ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം വരുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ അടിവശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മൈക്രോഫോൺ, ടൈപ്പ് സി ഇൻപുട്ട്, ഒരു സ്പീക്കർ ഗ്രില്ല്, ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള പവർ ബട്ടണാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. വോളിയം അപ്പ് ആൻഡ് ഔട്ട് ബട്ടൺ, മുകൾ വശത്തായിട്ട് ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സിം കാർഡ് ട്രേയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിം കാർഡ് ട്രേ ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ള ഗാലക്സിൻ്റെ A02s എന്ന ഫോണിൻ്റെ അതേ ഒരു ഡിസൈനിങ് തന്നെയാണ്. പ്രത്യേകം ഒരു മാറ്റം നമ്മൾ പറയാനായിട്ട് കാണുന്നത് ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ ആയിട്ട് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് 13 മെഗാപിക്സലാണ്. അതോടൊപ്പം തന്നെ ഡെപ്ത് സെൻസർ ആയിട്ടുള്ളത് 2 മെഗാപിക്സൽ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ്. ഫ്രണ്ട് വശം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫോണൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കിയതിന് ശേഷം തന്നെ ഞാൻ ഈ ഒരു ഫോണിൽ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് ലോക്ക് എന്നീ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോക്ക് പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത് Android 11 ബേസ്ഡ് സാംസങ്ങിൻ്റെ One UI Core 3.1 ആണ്. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് സെക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മൊത്തം 64 GB പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് 16 GB ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് അനാവശ്യമായ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടില്ല. വെറും ടിക്ടോക്ക് പോലുള്ള 1-2 ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നത്. ടിക്ടോക്ക് പോലുള്ള ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ റാമിനെ പറ്റി പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 4 GB ആണ് ഈ ഒരു ഫോണിൽ റാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 GB ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5000 mAh ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിലും അധികം തിക്നെസ് ഒന്നും നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നില്ല. 9.1 mm മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 196 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ഒന്നും ഈ ഒരു ഫോൺ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് PLS ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 60 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള 180p റെസൊല്യൂഷൻ വരെ വരുന്ന വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു ഫോണിൻ്റെ റീഫ്രഷ് റേറ്റ് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 12 നാനോമീറ്റർ ടെക്നോളജിയിലുള്ള MediaTekന്റെ 6765 Helio P35 എന്ന പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഫോൺ 10,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു ബജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ ഡുവൽ ബാൻഡ് വൈഫൈ, NFC, സ്ക്രീൻ റെക്കോർഡിംഗ്, കോൾ റെക്കോർഡിംഗ്, സ്മാർട്ട് വ്യൂ എന്നീ ഫീച്ചറുകളൊന്നും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാനേ പറ്റിയിട്ടില്ല. ബ്ലൂടൂത്ത് 5, വൈഫൈ ഹോട്ട്സ്പോട്ട്, വൈഫൈ ഡയറക്റ്റ് എന്നീ തുടങ്ങിയ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഫീച്ചറും ഈ ഒരു ഫോണിൽ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ക്യാമറക്കകത്തുള്ള ഫീച്ചർ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൽ കാണാൻ പറ്റിയിട്ടുള്ളത് പോർട്രേറ്റ് മോഡ്, ഫോട്ടോ, വീഡിയോ, മോർ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ പ്രോ ക്യാമറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രോ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്, വീഡിയോ ഈ ഒരു പ്രോ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് പനോരമ, ഫുഡ്, മാക്രോ, ഹൈപ്പർലാപ്സ്. അതൊന്നും കൂടാതെ നമ്മൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ പോലുള്ള QR കോഡുകളെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് സ്ക്രീനിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാലക്സിൻ്റെ A03s എന്ന ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല വെയിലത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്ലാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. 5 മെഗാ പിക്സലാണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ. 5 മെഗാ പിക്സലിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയൊക്കെ നമുക്ക് ഇതിൽ തോന്നിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാലക്സിൻ്റെ A03s എന്ന ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം നോക്കിയിട്ട് മനസ്സിലാക്കുക. ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് എന്നീ 3 കളറുകളിൽ ഈ ഒരു ഫോൺ ലഭ്യമാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 55 റിയാലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ഇത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപേൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു ഫോൺ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഫോൺ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.